കാരണം ഭാവിയിൽ നിങ്ങളുടെ കറണ്ട് ബിൽ കൂടുമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI നമ്മുടെയൊക്കെ ജീവിതം എളുപ്പമാക്കുന്നുണ്ട്. ChatGPTയും ജെമിനയും പോലുള്ള ടൂൾസ് ഒക്കെ നമ്മുടെ ജോലി ഈസി ആക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ ഒരു വശത്ത് സംഭവിക്കുമ്പോഴും മറുവശത്ത് അത്രയൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത ചില കാര്യങ്ങൾ കൂടെ US-ലൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. AI എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും പലരും കരുതുന്നത് ഇത് ഇന്റർനെറ്റിൽ മാത്രമുള്ള അല്ലെങ്കിൽ ക്ലൗഡിൽ മാത്രമുള്ള എന്തോ ഒരു സംഗതിയാണെന്നാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രോംപ്റ്റിനും ഉത്തരം തരാൻ അതിന്റെ പിന്നിൽ വലിയ ഡാറ്റാ സെന്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. 24/7 വർക്ക് ചെയ്യുന്ന GPU, ഇതിന്റെ കൂളിംഗ് സിസ്റ്റം, ഇതൊക്കെ കൂടി വലിയ രീതിയിലുള്ള ഇലക്ട്രിസിറ്റിയാണ് കൺസ്യൂം ചെയ്യുന്നത്. ഒരു ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെന്റർ ഒരു ചെറിയ സിറ്റി ഉപയോഗിക്കുന്ന അത്രയും വൈദ്യുതിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. US-ൽ കഴിഞ്ഞ ഒരു 2-3 കൊല്ലം കൊണ്ട് തന്നെ 3000-ലധികം ഡാറ്റാ സെന്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ യൂട്ടിലിറ്റി കമ്പനികൾ, അതായത് നമ്മുടെ KCB പോലുള്ള ഡിസ്കോമുകൾ ഇത്തരം ഡാറ്റാ സെന്റേഴ്സിനെ അവരുടെ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മത്സരിക്കുകയാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റാ സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ മെഗാ കൺസ്യൂമർ ആണ്. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ റേറ്റ് കൊടുത്തുകൊണ്ട് അവരെ തങ്ങളുടെ ഗ്രിഡിലേക്ക് ഈ യൂട്ടിലിറ്റി കമ്പനികൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഡാറ്റാ സെന്റേഴ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള പവർ ലൈൻസ്, വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഈ യൂട്ടിലിറ്റി കമ്പനിക്ക് നടത്തേണ്ടി വരും. അപ്പോൾ ഈ അഡീഷണൽ കോസ്റ്റ് ആര് വഹിക്കും? അതിപ്പോൾ റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സിലേക്കൊക്കെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. US-ലെ പല സ്റ്റേറ്റിലും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് 20% മുതൽ 60% വരെയൊക്കെ കൂടിയിട്ടുണ്ട്. ഭാവിയിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിലും വരാൻ സാധ്യതയുണ്ട്. ഹൈദരാബാദിലും മുംബൈയിലും ചെന്നൈയിലും ഒക്കെ ഡാറ്റാ സെന്റേഴ്സ് വന്നു തുടങ്ങി. സോഹോ ചെയർമാൻ ശ്രീധർ വെമ്പുവിനെ പോലുള്ള ആളുകൾ പറയുന്നത് എനർജി ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള AI മോഡൽസ് സ്കെയിൽ ചെയ്യുമ്പോൾ ഇന്ത്യയിലും ഇത്തരം സാഹചര്യം വരാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ്. ഇത് AI-ക്ക് എതിരെയുള്ള വീഡിയോ ആയിട്ടൊന്നും ആരും വിചാരിച്ചേക്കരുത്. എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാ സെന്റേഴ്സിന്റെ ഒരു ബൂം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് വലിയ രീതിയിലുള്ള ഒരു എനർജി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാന പില്ലർ ഇലക്ട്രിസിറ്റി തന്നെയാണ്. അപ്പോൾ ഈ AI ബൂം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റിന്യൂവബിൾ എനർജി റെവല്യൂഷൻ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. സോളാറും വിൻഡും ഒക്കെ തന്നെയാണ് ഇത്രയും വലിയൊരു എനർജി ഡിമാൻഡ് സസ്റ്റൈനബിൾ ആയിട്ട് മീറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പോളിസി മേക്കേഴ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ പ്രൊആക്റ്റീവായിട്ട് പ്ലാൻ ചെയ്തിട്ട് സോളാർ അഡോപ്ഷനൊക്കെ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ 4 പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നല്ലൊരു AI വാർത്ത നിങ്ങളെ തേടിയെത്തും. ബൈ.